ഇതെന്താണ് ഈ 1000 കാച്ചി എന്നൊക്കെ പേരിട്ട? ഇത് നമ്മുടെ നഴ്സറിയിലുള്ളൊരു പുതിയൊരു വെറൈറ്റി തെങ്ങാണ് 1000 കാച്ചി എന്ന് പറയുന്നത്. അതായത് ഒരു കൊലയിൽ 300 മുതൽ 500 തേങ്ങ വരെ ഒരു കൊലയിൽ പിടിക്കുന്നത്. ഇപ്പൊ കമന്റ് വരും ചുമ്മാ തള്ളി മറിക്കുകയാണ്. അതിപ്പോ നമ്മൾ എന്ത് പറഞ്ഞാലും തള്ളെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരെ നേച്ചറാണ്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്ത് കണ്ടാലും പറഞ്ഞാൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുള്ള, നെഗറ്റീവായിട്ട് പറയുള്ളൂ. അത് അങ്ങനെയുള്ള നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല. അവര് വിചാരിച്ചാലും മാറില്ല. പക്ഷെ എന്ത് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പറയുമ്പോൾ ഒരു വെറൈറ്റി പെട്ട ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയെന്ന് പറയും പോലെയാണ്. അത് പറഞ്ഞോണ്ടിരിക്കും അത് പറയട്ടെ. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇതാണ് സംഭവം. ഇത് നമുക്ക് 1000 കാച്ചി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലൊക്കെ ഇത് ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇത് അതായത് ഒരു കൊലയിൽ 300 മുതൽ 500 തേങ്ങ വരെ ഒരു കൊലയിൽ പിടിക്കും. തേങ്ങ ചെറുതായിരിക്കും, നമുക്ക് ചിരവയ്ക്ക് തിരിവി എടുക്കാൻ പറ്റില്ല. അത് കാര്യം അത്രയും ചെറിയ തേങ്ങയായിരിക്കും. നല്ല ഓയിൽ കണ്ടന്റ് ഉൾക്കട്ടിയുള്ള ഒരു പ്രത്യേക വെറൈറ്റി തേങ്ങയാണ് ഈ 1000 കാച്ചി എന്ന് പറഞ്ഞത്. ഒരു വീട്ടില് ഒരു തെങ്ങ് നടാനാണ് സൗകര്യം ഉള്ളതെങ്കിൽ ഇതിൽ നിന്ന് ഒരു തെങ്ങ് നടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതിന് അരയ്ക്കാനായിട്ടുള്ള തേങ്ങയും എണ്ണയ്ക്കും നമുക്ക് ഉണക്കിയെടുത്താൽ ഒരു വീട്ടാവശ്യത്തിന് കിട്ടുന്ന സാധാരണ തെങ്ങ് വളരും പോലെ വളരുന്ന ഒരു വെറൈറ്റി തെങ്ങാണ് ഈ 1000 കാച്ചി. അതായത് നമുക്ക് ചിരകി എടുക്കാൻ പറ്റൂല, തേങ്ങ ചിരട്ട പൊട്ടിച്ച് അങ്ങനെ തന്നെ അങ്ങ് എടുത്തോളാം. അതായത് പൊതിച്ചിട്ട് ചിരട്ട പൊട്ടിച്ച് അതിന്റെ പീസുകളാക്കി മിക്സിയിൽ അടിച്ച് നമുക്ക് അരയ്ക്കാനും മീൻ ഉപയോഗിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാം. എണ്ണയ്ക്കാണെന്നുണ്ടെങ്കിൽ തേങ്ങ പഴുത്ത് പാകാകുമ്പോഴത്തേക്ക് ഈ തേങ്ങയുടെ പ്രത്യേകത വെള്ളം കംപ്ലീറ്റ് പറ്റും. പറ്റിയിട്ട് നല്ല ഓയിൽ കണ്ടന്റ് ഉണ്ടാവും. അതായത് ചിരട്ട തട്ടി പൊട്ടിച്ചിട്ട് പീസുകളാക്കി നമുക്ക് അത് ആട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു വീട്ടാവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒരു മൂട് തെങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിക്കൊള്ളൂ. തേങ്ങ എത്ര വലിപ്പം ഉണ്ടാവും? ഈ തേങ്ങയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇതാണ് ചെറിയ സൈസാണ്, നമ്മുടെ കൈയുടെ വലിപ്പമേ ഉള്ളൂ. ചെറിയ തേങ്ങ ഇതാണ് എന്റെ തേങ്ങ. ഇതാണ് 1000 കാച്ചി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത്ര ചെറിയ തേങ്ങ. വീട്ടിന്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഇതൊന്നും കൊബാരി കോക്കനട്ട് എന്നാണ് എന്റെ പേര്. നമ്മളിവിടെ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ 1000 കാച്ചി എന്ന് പറയും. നല്ലൊരു വെറൈറ്റി ആണ് ഇത്. ഒരു വീട്ടില് അതായത് മറ്റുള്ള തെങ്ങ് കൂടുതൽ വെക്കണമെങ്കിലും 10 വയ്ക്കുമ്പോൾ ഇതൊരെണ്ണം കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും കാണാൻ നല്ലൊരു മനോഹരമായ ഒരു ഭംഗിയാണിത്. പൂത്ത് നിൽക്കുമ്പോൾ തേങ്ങ പിടിക്കുന്നത് ഏറ്റവും നല്ലത്. കേട് സാധ്യതയും കുറവാണ്. ഇതിന്റെ വളർച്ച നമ്മുടെ സാധാരണ തെങ്ങിന്റെ വളർച്ച അതേപോലെയുള്ള വളർച്ചയാണ്. ശരി ശരി. തെങ്ങ് കണ്ടു കഴിഞ്ഞാൽ സാധാ തെങ്ങ്. എത്ര വർഷത്തിൽ കാച്ചു തുടങ്ങും? ഇത് 3 വർഷം. 3 വർഷമാകുമ്പോൾ കാച്ചു തുടങ്ങും. നമ്മൾ നന്നായിട്ട് നമ്മൾ പറയുന്ന രീതി അനുസരിച്ച് നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ നട്ട് പരിപാലിച്ച് വളർത്തി കഴിഞ്ഞാൽ 3 വർഷമാകുമ്പോൾ ഉറപ്പായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കൊബാരി കോക്കനട്ട് 1000 കാച്ചി. ഇത് നമ്മുടെ നഴ്സറിയിൽ ഇതും നല്ല ചിലവുള്ളതാണ്. നല്ല ചിലവുള്ള ഒരു വെറൈറ്റി പെടുന്ന തെങ്ങാണ്.